ഇല്ലോ ഇതൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത്. എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നല്ലൊരു സൗഹൃദം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് തരണം ചെയ്യണം. എന്തെങ്കിലും പ്രശ്നമായിടാ, എന്താ എനിക്ക് പറ്റിയടാ, ഞാനില്ലേ കൂടെ എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരുവിധം പ്രശ്നങ്ങൾ തീരും. എന്താ ചെമ്മീമിൻ്റെ അഭിപ്രായം? ചിലരുടെ ചിലപ്പോൾ ഒരു തലവെള്ളാവും. അതെ അതെ, നമുക്ക് വളരെ അതിലൊരു സാരല്ല, ശരിയാവൂടാ എന്നൊരു വാക്ക് മാത്രം മതി. ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭവം തന്നെ, ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഫ്രണ്ട്ഷിപ്പ്. അതിലേക്ക് ഫ്രണ്ട്ഷിപ്പ് പറയുമ്പോൾ നമ്മളെ പിന്നെ പലപ്പോഴും നമ്മളെ മുന്നിലെല്ലാം ചിരിച്ചുകൊണ്ട് നല്ല പെരുമാറ്റി കളിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഉപയോഗിച്ച് അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പോകുന്ന ആളുകളുണ്ട്, കുറേ ആളുകൾ. എനിക്കൊക്കെ കുറേ ആളുകളാണ്. എല്ലാ സംസാരങ്ങളിലും ഒക്കെ വളരെ ഉഷാറായിരിക്കും. പക്ഷേ അവരെ കാര്യങ്ങളിലേക്ക് മാത്രം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ കീപ്പ് ചെയ്തിട്ട് അവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളൊരു വളരെ സിമ്പിളായിട്ട് തട്ടി മാറ്റുന്ന രീതിയിലുള്ള ആളുകളും ഉണ്ട്. എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും നല്ല കീപ്പ് ചെയ്യുക. ഒരുപാട് ഫ്രണ്ട്സിലപ്പുറത്ത് വിരലിനാവുന്ന ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ മാക്സിമം നോക്കിയാൽ മതി. എല്ലാം കൂടിയും എടുത്ത് എല്ലാം വലിയ ഗ്യാങ് ആയിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്, വെറും ഒരു വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ എല്ലാവരും നമ്മളൊന്ന് ഓർക്കാനുള്ള ദിവസം. ആ ഓർമ്മകൾ എന്നും നമുക്ക് ഇനി പോകാനുള്ള ജീവിതത്തിലേക്ക്, വരാനുള്ള ജീവിതത്തിലേക്കുള്ള അതൊരു കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കരുത്വം.